ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ തിരക്കാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഞങ്ങൾ കൊട്ടാരക്കര കോടതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ നാട്ടിലൊരു പ്ലാന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ പ്ലാന്റിൻ്റെ പേര് ഞങ്ങളെപ്പോലുള്ള കുറച്ച് ജനങ്ങളാണ് പെട്ടുകിടക്കുന്നത്. അവർ ഞങ്ങളെപ്പോലുള്ള ജനങ്ങളുടെ പേരിൽ കേസൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ അതിൻ്റെ കേസിന് വേണ്ടി പോവാണ്. കൊട്ടാരക്കര കോടതിയിലായിരുന്നു. അങ്ങനെ പോകുന്ന പോക്കിന് നമ്മുടെ കൊട്ടാരക്കര കോടതിയുടെ ഇപ്പുറത്ത് വെച്ച് നല്ല വെള്ളം, പിന്നെ കുലുക്കി സർബത്ത്, നാരങ്ങ വെള്ളം, ഇതൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ആരെങ്കിലുമൊക്കെ ഇതിലെ കൂടെയൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഇവിടെ നിർത്തി വെള്ളമൊക്കെ ഒന്ന് കുടിച്ചിട്ട് പോവാം. അങ്ങനെ പിന്നെ കോടതിയിലെത്തി. രാവിലെ ഞങ്ങൾ എത്തിയതാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുക എവിടുന്നാണ് ഇത്രയും ആളുകൾ വരുന്നതെന്ന്. അമ്മാതിരി തിരക്കായിരുന്നു. രാവിലെ കയറിയതാണ്, ഉച്ചയായിട്ടും തിരക്ക് ഒഴിയുന്നില്ല. കോടതിയല്ലേ, നമ്മൾ പോയാൽ പെട്ട്. അങ്ങനെ ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ഊണ് തിരക്കി ഇറങ്ങിയതാണ്. പക്ഷേ വളരെ മോശം ഫുഡായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അത്രയും ആ ചോറിനും വെറും ഓട്ടമുള്ള സാമ്പാറിനും 90 രൂപയാണ്. ആരും ചെന്ന് പെട്ടു കൊടുക്കരുത്. ആ കടയിൽ കൊട്ടാരക്കരയിലോട്ട് പോകുന്ന ഭാഗത്താണ്, ഇടതുവശത്താണ്. ആ കടയിൽ ആരും പോയി പെട്ടു കൊടുക്കല്, കൊള്ളില്ല. തിരിച്ച് ഞങ്ങൾ കോടതിയിലോട്ട് തന്നെ തിരിച്ചെത്തി. ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചെത്തി. അങ്ങനെ ഉച്ചയൊക്കെ കേസെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. കോടതിയല്ലേ, അതിനകത്ത് നമുക്ക് മൊബൈലൊന്നും അങ്ങനെ ചെയ്യാനൊന്നും പാടില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. വരുന്ന വഴിക്കുള്ള വ്യൂ ഒക്കെയാണിത്. നല്ല തലവേദനയുണ്ടായിരുന്നു. ചായ കുടിക്കുന്ന ഇടവും നോക്കിയൊക്കെ ഇങ്ങനെ പോയതാണ്. പക്ഷേ അവിടെ ഒന്നും നിർത്തിയില്ല. അങ്ങനെ നേരെ വന്ന് നമ്മുടെ വെളിയത്ത് വന്നിറങ്ങി. അവിടുത്തെ മലക്കറിയും കുഞ്ഞുങ്ങൾക്കുള്ള സ്നാക്സും പിന്നെ കുഴിയാളയായിരുന്നു മീൻ. അങ്ങനെ അതൊക്കെ മേടിച്ചു വീട്ടിലെത്തി. പിന്നെ വന്ന് നമ്മുടെ പോത്തുകുട്ടൻ, നമ്മുടെ അപ്പു വയലിൽ നിൽക്കുകയായിരുന്നു. ആളെ അഴിക്കാൻ വേണ്ടി പോയി. അവൻ്റെ നീരാട്ടാണ് ഈ കാണുന്നത്. ഇനി കുറച്ച് നീരാട്ടൊക്കെ കാണാം. എടുക്കണോ? ഇവന് വെള്ളം കണ്ടാൽ ഭ്രാന്താണ്. വെള്ളത്തിൻ്റെ അകത്ത് കിടന്ന് പിന്നെ അവൻ കയറത്തില്ല, ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ഈ പോത്തുകൾക്കൊക്കെ വെള്ളം ഭയങ്കര ഇഷ്ടമാണല്ലോ. അവരുടെ ശരീരം എപ്പോഴും ഹീറ്റായിരിക്കും, ചൂടായിരിക്കും. അന്നേരം വെള്ളം ഒരുപാട് വേണം അവർക്ക്. അങ്ങനെ അവൻ്റെ കുളിയും നനയൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ കുറേ നേരമായി. കുളിപ്പിച്ച് കയറ്റി പിന്നെ അവൻ ഇച്ചിരി തിന്നിട്ടൊക്കെ ആയിരിക്കും നമ്മൾ വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത്. വയറ് നിറച്ചും തീറ്റയൊക്കെ കൊടുത്തതിന് ശേഷമായിരിക്കും കൊണ്ടുപോകുന്നത് വീട്ടിലോട്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ടൊക്കെ വന്നു. ഞാൻ അന്നേരം ഇച്ചിരി ഉഴുന്നൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉഴുന്നും മിക്സിയിലോട്ടൊക്കെ ഇട്ട് അടിച്ചു. വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്തതാണിത്. അതിലേക്ക് ദാണ്ട് ഒരു ചെറിയൊരു സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്തൊന്ന് മിക്സാക്കുന്നുണ്ട്. ഇതിലേക്ക് സ്വല്പം ഉപ്പും ഇച്ചിരി കായപ്പൊടിയും, ഞാൻ ഇവിടെ ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്.
അങ്ങനെ അതൊക്കെ ഉരുട്ടിയെടുത്ത് കയ്യിൽ വെച്ചു. ഒരു ഊട്ടയൊക്കെ കൊടുത്ത് ചീനച്ചട്ടിയിലോട്ട് സ്വല്പം ഓയിലൊക്കെ ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. മോശം പറയരുത്, നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്രിസ്പി ആയിരുന്നു. അങ്ങനെ പെട്ടെന്നുള്ള ചായക്കുള്ളൊരു കടി ഇവിടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അപ്പൂന് ചീനി അരിയാണ് വൈകിട്ടത്തേക്കും. ആളെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് കെട്ടിയാലും അത് ചീനി ചക്ക ഇതൊക്കെ വൈകിട്ടൊന്ന് കൊടുക്കും. അങ്ങനെ അതൊക്കെ കുത്തി അരിയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിൽക്കി